വാഗ്ദാനങ്ങൾ, കർത്തവ്യം, ത്യാഗം. ഈ 3 വാക്കുകൾക്ക് ചുറ്റുമാണ് ഒരു വലിയ ഇതിഹാസം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാമന്റെ വനവാസത്തെക്കുറിച്ചാണ്. ഇതൊരു നാടുകടത്തലിന്റെ കഥ മാത്രമല്ല. സ്വന്തം ധർമ്മം പാലിക്കാൻ, സ്വന്തം തത്വങ്ങൾ മുറുകെ പിടിക്കാൻ ഒരാൾക്ക് എത്രത്തോളം ത്യജിക്കാൻ കഴിയും എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോ ഒരു വാഗ്ദാനത്തിന് യഥാർത്ഥത്തിൽ എന്ത് വിലയുണ്ട്? ഈ ഒരു ചോദ്യമാണ് ശരിക്കും ഈ കഥയുടെ കാതല്. നമ്മൾ കൊടുത്തൊരു വാക്ക്, അത് പാലിക്കാൻ വേണ്ടി ഒരാൾക്ക് എത്രത്തോളം സഹിക്കേണ്ടി വരും? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കഥ തുടങ്ങുന്നത് അയോധ്യയിലാണ്. അവിടെ എല്ലായിടത്തും ഭയങ്കര സന്തോഷമാണ്, ഒരു ആഘോഷത്തിന്റെ പ്രതീതി. കാരണം ജനങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട യുവരാജാവില്ലേ ശ്രീരാമൻ, അദ്ദേഹം അടുത്ത രാജാവായി സ്ഥാനമേൽക്കാൻ പോവുകയാണ്. നല്ലൊരു ഭാവിയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അതുകൊണ്ടുതന്നെ നഗരം മുഴുവനൊരു ആഘോഷത്തിലാണ്. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിൽ ഒരു കരിനിഴൽ വീഴാൻ പോവുകയായിരുന്നു. ആരും അറിഞ്ഞിരുന്നില്ല, എപ്പോഴോ കൊടുത്ത ഒരു പഴയ വാക്ക് ആ രാജ്യത്തിന്റെ മൊത്തം സന്തോഷവും തകർത്തെറിയുമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ആവശ്യപ്പെട്ട ഒരു വാഗ്ദാനം, ഒരു രാജ്ഞിയുടെ തന്ത്രം. അപ്പോ എങ്ങനെയാണ് ഈ സന്തോഷമൊക്കെ തകർന്നത്? ആ ദുരന്തത്തിന്റെ തുടക്കം അത് ദശരഥ മഹാരാജാവിന്റെ ഭാര്യമാരിലൊരാളായ കൈകേയി രാജ്ഞിയിൽ നിന്നായിരുന്നു. രാമന്റെ കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുന്നത് കണ്ടപ്പോൾ കൈകേയി തന്റെ കളി കളിക്കാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ദശരഥ മഹാരാജാവ് അവർക്ക് 2 വരങ്ങൾ കൊടുത്തിരുന്നു. ആ വരങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ശരിയായ സമയം ഇതാണെന്ന് അവർക്ക് തോന്നി. ആ ഒരു തീരുമാനം കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു, വളരെ കഠിനമായിരുന്നു. ആദ്യത്തേത്, ശ്രീരാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണം, വനവാസത്തിന്. രണ്ടാമത്തേത്, രാമനു പകരം തന്റെ മകനായ ഭരതനെ രാജാവായി വാഴിക്കണം. ഈ 2 ആവശ്യങ്ങളും കേട്ട ദശരഥന്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് കൊണ്ടതുപോലെയായി. ഇവിടെയാണ് ദശരഥ മഹാരാജാവ് ഒരു വലിയ ധർമ്മസങ്കടത്തിൽ പെട്ടുപോകുന്നത്. അദ്ദേഹം കർത്തവ്യബന്ധത്താൽ ബന്ധിതനായിരുന്നു. ഒരു വശത്ത് കൊടുത്ത വാക്ക് പാലിക്കുക എന്ന രാജധർമ്മം, മറുവശത്ത് തന്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽപ്പെട്ട് അദ്ദേഹം ശരിക്കും നിസ്സഹായനായിപ്പോയി. അടുത്ത ഭാഗം, വിശ്വസ്തരുടെ വിടവാങ്ങൽ, അചഞ്ചലമായൊരു പ്രതിബദ്ധത. ശരി, അപ്പോ ഈയൊരു ദുരന്തപൂർണമായ തീരുമാനത്തോട് രാമനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? അവരുടെ ആ പ്രതികരണങ്ങളിലാണ് ഈ കഥയുടെ യഥാർത്ഥ സൗന്ദര്യം ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രീരാമന്റെ മഹത്വം കാണുന്നത്. അദ്ദേഹം ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. കൈകേയി അമ്മയെ സന്തോഷിപ്പിക്കാനും അതിലുപരി അച്ഛന്റെ വാക്കു പാലിക്കാനും വേണ്ടി രാമൻ ഒരു മടിയും കാണിക്കാതെ ആ കൽപ്പന അങ്ങ് സ്വീകരിച്ചു. കാരണം സ്വന്തം അവകാശങ്ങളെക്കാൾ എത്രയോ വലുതായിരുന്നു അദ്ദേഹത്തിന് അച്ഛന്റെ വാക്ക്. പക്ഷെ രാമൻ ഒറ്റയ്ക്കായിരുന്നില്ല യാത്ര പോയത്. അദ്ദേഹത്തിന്റെ കൂടെ 2 പേർ കൂടിയുണ്ടായിരുന്നു. ഒന്ന്, സഹോദരനായ ലക്ഷ്മണൻ. സ്നേഹനിർഭരമായ സാഹോദര്യം എന്ന് പറയില്ലേ, അതുപോലെ ചേട്ടനെ വിട്ട് ഒരിടത്തും പോവില്ലെന്ന് ഉറപ്പിച്ച് ലക്ഷ്മണൻ കൂടെ കൂടി. പിന്നെ രാമന്റെ പ്രിയപത്നി സീത. രോഹിണി ചന്ദ്രനെ പിന്തുടരുന്ന പോലെ ഒരു നിഴലായി സീതയും അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് പോയി. അങ്ങനെ ആ 3 പേരും രാജ്യത്തെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് നഗരം വിട്ട് ഗംഗാനദിയും കടന്ന് കാടിന്റെ ഉള്ളിലേക്ക് നടന്നുപോയി. അവരുടെ പഴയ ജീവിതം എന്നേക്കുമായി പിന്നിലുപേക്ഷിച്ചുകൊണ്ട്. അടുത്ത ഭാഗം, ഒരു രാജാവിന്റെ ദുഃഖം, ഒരു വാഗ്ദാനത്തിന്റെ വില. രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ അയോധ്യയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ വേർപാട് ദശരഥ മഹാരാജാവിനെ എത്രത്തോളം ബാധിച്ചു? നമുക്ക് നോക്കാം. ചില സമയങ്ങളില് നമ്മൾ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ നൽകേണ്ടിവരുന്ന വില വളരെ വലുതായിരിക്കും. ദശരഥന്റെ കാര്യത്തില് ആ വില അദ്ദേഹത്തിന്റെ ജീവൻ തന്നെയായിരുന്നു. അതൊരു വലിയ ദുരന്തം തന്നെയായിരുന്നു. പ്രിയപ്പെട്ട മകന്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ദശരഥ മഹാരാജാവ് ഹൃദയം തകർന്നു മരിച്ചു. നോക്കൂ, കൊടുത്ത വാക്ക് അദ്ദേഹത്തെ ഒരു സത്യമാനാക്കി മാറ്റി. പക്ഷേ ആ സത്യം ഒരച്ഛന്റെ ജീവൻ തന്നെ എടുത്തു. അടുത്ത ഭാഗം, ഒരു സഹോദരന്റെ അപേക്ഷ, നിരസിക്കപ്പെട്ട ഒരു രാജ്യം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഭരതന്റെ വരവോടെ കഥയിൽ പുതിയൊരു സംഘർഷം തുടങ്ങുകയാണ്. കാരണം കർത്തവ്യത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഭരതൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ധർമ്മം എന്ന വാക്ക് മനസ്സിലാക്കണം. ഈ കഥയിലെ ഓരോ കഥാപാത്രത്തിന്റെയും തീരുമാനങ്ങളെ നയിക്കുന്നത് ഈ ഒരു ശക്തിയാണ്. എന്താണ് ശരി, എന്താണ് തന്റെ കർത്തവ്യം എന്ന ആ ഒരു ബോധം. ഈ കഥയിലെ എല്ലാവരും
അവരവരുടെ ധർമ്മം പാലിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവരുടെ വഴികൾ വ്യത്യസ്തമായിരുന്നു. തന്റെ അമ്മ തനിക്ക് വേണ്ടി നേടിയെടുത്ത രാജ്യം ഭരതന് വേണ്ടായിരുന്നു. അദ്ദേഹം അത് നിരസിച്ചു. കാരണം ഭരതന്റെ ധർമ്മമനുസരിച്ച് ആ സിംഹാസനം അദ്ദേഹത്തിന്റേതല്ല, ജ്യേഷ്ഠനായ രാമൻ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഭരതൻ എന്തു ചെയ്തു? രാമനെ തിരികെ വിളിക്കാൻ വേണ്ടി കാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ രാമനെ കണ്ടുമുട്ടിയപ്പോൾ ഭരതന്റെ അപേക്ഷ ഇതായിരുന്നു: അങ്ങേക്കാണ് ധർമ്മമെന്താണെന്ന് ശരിക്കറിയാവുന്നത്. അങ്ങ് മാത്രമായിരിക്കണം ഞങ്ങളുടെ രാജാവ്. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ അനുജൻ രാജാവാകുന്നത് ശരിയല്ല, അത് അധർമ്മമാണ്. അതുകൊണ്ട് അങ്ങ് തിരികെ വന്ന് രാജ്യം ഭരിക്കണം എന്നായിരുന്നു ഭരതന്റെ ആവശ്യം. പക്ഷേ രാമന്റെ ധർമ്മം മറ്റൊന്നായിരുന്നു. അച്ഛൻ മരിച്ചുപോയിട്ടുണ്ടാവാം, എന്നാലും അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കുക എന്നതായിരുന്നു രാമന്റെ കർത്തവ്യം. അതുകൊണ്ട് ഭരതന്റെ അപേക്ഷ അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചു. അടുത്ത ഭാഗം ഒരു രാജാവിന്റെ പാതുകങ്ങൾ, ഒരു പ്രതീകാത്മക ഭരണം. അപ്പൊ ഒരു ചോദ്യം വരുമല്ലേ, രണ്ടുപേരും അവരവരുടെ ധർമ്മത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനൊരു പരിഹാരം കണ്ടെത്തും? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും മനോഹരമായ ഒരു രംഗം വരുന്നത്. അവർ കണ്ടെത്തിയ ആ പരിഹാരം ശരിക്കും ഗംഭീരമായിരുന്നു. രാമൻ മടങ്ങി വരില്ലേന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് തന്റെ അധികാരത്തിന്റെ പ്രതീകമായി തന്റെ പാതുകങ്ങൾ ഊരി ഭരതനു കൊടുത്തു. ഭരതൻ അത് സ്വീകരിച്ചു, പക്ഷെ രാജാവായി ഭരിക്കാനല്ല. ആ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാമന്റെ ഒരു പ്രതിനിധി മാത്രമായി അദ്ദേഹം ഭരിക്കാൻ തുടങ്ങി. അയോധ്യയിൽ ഭരിക്കാതെ നഗരത്തിന് പുറത്തുള്ള നന്ദിഗ്രാമിലിരുന്ന് രാമന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു. ഭരതൻ തിരികെ പോയതിനു ശേഷം തന്റെ പ്രതിജ്ഞയ്ക്ക് ഒരു ഭംഗവും വരരുത് എന്നുറപ്പിക്കാൻ വേണ്ടി രാമൻ ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹം ദണ്ഡകാരണ്യം എന്ന കൊടും വനത്തിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് യാത്രയായി. കാരണം അയോധ്യയിലെ ജനങ്ങൾ വീണ്ടും തന്നെ തേടി വരാതിരിക്കണമല്ലോ. 14 വർഷം പൂർത്തിയാക്കുക എന്നതിൽ അദ്ദേഹം അത്രയേറെ ഉറച്ചു നിന്നിരുന്നു. അപ്പോ ശരിക്കും എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? ഇതൊരിക്കലും സിംഹാസനത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയല്ല. മറിച്ച് ഓരോ കഥാപാത്രവും അവരവരുടെ ധർമ്മത്തിൽ, അതായത് അവരവർ ശരിയെന്ന് വിശ്വസിക്കുന്ന പാതയിൽ ഉറച്ചു നിൽക്കാൻ നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. അവസാനമായി ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. കൊടുത്ത വാക്ക് പാലിക്കുക എന്ന അഭിമാനവും യഥാർത്ഥ നീതിയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായാൽ നമ്മൾ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒരുപക്ഷേ ഈ പുരാതന കഥ ഇന്നും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും.